പറഞ്ഞാലോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ലുലുവിൻ്റെ മാറിയ ഒരു ഫസാഡ് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ ആകുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി. 20-ാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാർ, അതായത് ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെയുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരു പുതുമുഖ സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട്. കുറേ നല്ല സിനിമകളിൽ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായത് സ്ക്രിപ്റ്റ്, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നായാട്ട് പോലെയുള്ള, ഇരട്ട പോലെയുള്ള, ഇലവിഴ പൂഞ്ചിറ പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. മാർട്ടിൻ പ്രകാർ, ഷാഹി കബീർ, അതുപോലെ റോബി രാജാണ്, കണ്ണൂർ സ്ക്വാഡ് ചെയ്ത റോബി രാജാണ് ഇതിന് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ അത് എത്രത്തോളം അവരിതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളൊരു നമുക്ക് 20-ാം തീയതി അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട്. ഒരുപാട് ക്രിയേറ്റീവ് ടാലൻസ് ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നത്. കാരണം നല്ല സിനിമകളെ ഇരുകൈ നീട്ടിയിരിക്കുന്ന സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ലോകം എമ്പാടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും 20-ാം തീയതിയാണ്, അത് നിങ്ങളുടെ കൈകളിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു എൻ്റർടൈനർ, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈനറായിട്ട് തന്നെ, നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി കൊണ്ടുവരികയാണ്. തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ നിയോൺ റൈഡ് എന്നുള്ള മ്യൂസിക്കിൻ്റെ സിനിമ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത്. ജെയ്ക്സ് ബിജോ നമുക്കറിയാം, ഒരുപാട് നല്ല കിടുക്കാച്ചി ഗാനങ്ങൾ നൽകിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വൈബ് സോങ് തന്നെയായിരിക്കും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഓഡിയോ ലോഞ്ചിലേക്ക് കിടക്കാം. ഇറ്റ്സ് അപ്പ് ടു യു. യെസ്, അതിനു മുന്നേ പ്രദീപ് സീസ് ഫാസ്റ്റ് ഫിലിംസ് ഓവർസീസ് പാർട്ട്ണർ, ബിനു സേവിയ മ്യൂസിക് പാർട്ട്ണർ സരിഗമ, സുജിത് നായർ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഡ്രീം ബിഗ് ഫിലിംസ്, ഈ ഒരു 3 പേരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സോങ് ലോഞ്ച് ചെയ്യാം. ഓൺ ദ സ്ക്രീൻ എല്ലാവരും ഒന്ന് കെയർഫുള്ളായി നിൽക്കണം കേട്ടോ. നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ നടുക്ക് നിന്ന് തരാം. കം ഓൺ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടാസ്ക്, കാരണം ഇനിയിപ്പോൾ ഇതൊരു യൂട്യൂബിൽ ട്രെൻഡ് ആവാൻ പോവാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് വേറെ ആണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഡാൻസ് മ്യൂസിക് ആയിട്ടാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. അപ്പോൾ ഇതൊരു ഡാൻസ് ആയിട്ട്, കാരണം യെസ് ഓഫ് കോഴ്സ് ഐ ആം ഓൾസോ എ കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഡാൻസ് ആക്കിയെന്ന് വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാക്കോച്ചൻ ഇവിടെ നിൽക്കുമ്പോൾ ചാക്കോച്ചൻ തന്നെ ഒരു ബുക്ക് സ്റ്റെപ്പ് അങ്ങോട്ട് കൊടുത്തോ നമ്മുടെ ഈ പാട്ടിന്. പ്ലേ ദ മ്യൂസിക് ടീം. യെസ്, അതുപോലെ നമ്മുടെ സ്പാനിഷ് ലൈൻസ് ഇതിൽ കേട്ടായിരുന്നോ? തുടക്കത്തിൽ അത് സ്പാനിഷ് ആയിരുന്നു കേട്ടോ, എനിക്കും അറിയില്ലായിരുന്നു. സോ ആ സ്പാനിഷ് ലൈൻ പാടിയ ആളുടെ അടുത്തുനിന്ന് നമുക്ക് ആ 4 ലൈൻസ് കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ് ചാക്കോച്ചിൽ നിന്ന് പഠിക്കാം. Once again, so happy to be here, and I've sung 4 lines of the Spanish portion, so I'll sing a few lines of that. Con ese fuego ardiendo dentro de ese corazón, él es el mantiene y indómito. Mientras la sangre cae por sus venas y llena de furia en sus ojos, ambiente y luz plena, él atraviesa a sus enemigos. Thank you so much. Love you guys.
അത് മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? താങ്ക് യു രമ്യ. സോ ഇനി ഈ പാട്ടിന്റെ ആദ്യത്തെ 4 വരി പഠിക്കുന്നത് നമുക്കൊരു ടാസ്ക് ആണ്. സോ സിംഗേഴ്സ്, ഈ 4 വരി പഠിച്ചിട്ട് നിങ്ങളും റീലുകൾ ഇടുക. ഓക്കെ? സോ over to ചാക്കോച്ചൻ and our hook steps. ചാക്കോച്ചൻ ബൈക്ക് പിടിച്ചിട്ടുണ്ടോ? ഞാൻ വേണേ പിടിച്ചേക്കാം. ഡിയർ, ഇതിൽ പോലീസ് ഓഫീസറാണ് ഞാൻ. അത് സാരില്ല, നമുക്ക് പക്ഷെ ചാക്കോച്ചൻ അങ്ങനെയില്ല. ഞങ്ങളുടെ മനസ്സിൽ ചാക്കോച്ചൻ ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് നോക്കിയേ, പൂന്തോട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് ചാക്കോച്ചനെ ഒരു രാജമല്ലിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടെ നിറയെ പൂക്കൻ ചാക്കോച്ചൻ, ഞങ്ങൾക്ക് സത്യമായിട്ടും ഓപ്രിയ ഒരു രാജമല്ലി, മറ്റേ മിഴിയറിയാതെ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ചാക്കോച്ചൻ come on, dance. എൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, വാ. വേണ്ട, ഇത്ര സ്നേഹമുള്ളവരായിരിക്കും. പ്രിയാജി ഡാൻസർ ആണ്, ഞങ്ങളില്ലേ ഈ ശരിക്കും ഈ സിനിമയിൽ റംസാൻ ഉണ്ട്. റംസാൻ ഒരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം റംസാൻ ഇല്ലാത്തൊരു വേദിയിൽ നമ്മൾ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. സാരമില്ല, എന്താ സുഖമല്ലേ? റംസാൻ ക്ഷമിച്ചിരിക്കുന്നു ചാക്കോച്ചനോട്. അപ്പം റംസാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഹുക്ക് സ്റ്റെപ്പ് ആണോ ഇല്ലോ എന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇതാണ് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ്. പാട്ടിടൂ. ഇതാണോ ഹുക്ക് സ്റ്റെപ്പ് ആവോന്ന് അറിയില്ല. ഹുക്ക് സ്റ്റെപ്പ് കിട്ടി. ഇത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഒരു ലൈവായിട്ട് ഇങ്ങനെ ഒരു ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ കേട്ടിരും? ഈ ചേച്ചിയെ കൈ കിട്ടിയാണല്ലോ പിഴിഞ്ഞെടുത്ത്. താങ്ക് യു. ഒരു വണ്ടർഫുൾ സോങ് ആണ്. നല്ലൊരു വൈബുള്ള സോങ് ആണ്. നമുക്കറിയാം ജെയ്സ് ഇനിയും നല്ല കാര്യങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അത് ഈ വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് വെള്ളം തരുമോ? ഉറപ്പായിട്ടും തന്നിരിക്കും. യാതൊരു
ചക്കര ഇവിടെ കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നു, വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ വെള്ളം തുറന്നു തന്നില്ലേ? സോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടാലൻസ് ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഓൺ 20th നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഈ സ്നേഹം ഈ പ്രോത്സാഹനം തരിക. അടുത്ത മാസം 28 വർഷം നിങ്ങളുടെ മുന്നിൽ സിനിമകളിലൂടെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. താങ്ക് യു. ഇനി നല്ല സിനിമകളിലൂടെ നല്ല കഥാപാത്രങ്ങളോടെ വീണ്ടും വീണ്ടും വരും എന്ന ഉറപ്പ് തന്നുകൊണ്ട് ഓഫീസർ ഡ്യൂട്ടി അതിലെ ഹരിശങ്കർ നിങ്ങളുടെ മുന്നിൽ നിറയാണ്. ഫ്രം February 20th onwards. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. Thank you so much, Akusha. We all love you. Yes. ഇല്ല. പ്രിയജി. അത് പറ്റില്ല. അല്ല, ഒരൊറ്റ വാക്ക്. കാരണം പ്രിയാജിന്റെ പ്രൊമോഷൻ ഒന്നും കണ്ടില്ല. എല്ലാവർക്കും പ്രിയാജിന് ഒരു വാക്കിലേക്ക് വിഷമമുണ്ട്. എന്റെ പ്രൊമോഷൻസും ഉണ്ട്. എന്നാലും ഒരു വാക്ക്. ഇവിടെ എല്ലാവരും പ്രിയാജി എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ്. ഹലോ ലുലുമോൾ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ചാക്കോച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ പുതിയതായിട്ട് എനിക്ക് പറയാൻ തോന്നിയില്ല. പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നേര് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത റിലീസാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിന് ഈ എല്ലാ ടീമിനും ഐ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. ആൻഡ് വരുന്ന 20-ാം തീയതി റിലീസാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണല്ലേ? താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. യെസ്. സോ നമ്മുടെ ബാക്കി ടീംസിനോടും കൂടി നമുക്ക് ഇവരെല്ലാവരും സീനിയറാണ്. ബാക്കി യങ് ടീം ഇവര് യങ് ആണെന്നേ ഉള്ളൂ. ഇവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഹലോ ഓഫീസർ. വേറെ ഡ്യൂട്ടിയിലായിരുന്നു. ഓക്കെ. യെസ്. സോറി. ഓക്കെ. യെസ്. ഓക്കെ. എല്ലാം പോയി എല്ലാം റിലേറ്റഡ്. ഓക്കെ. വിശാഖ്, കുപ്പി ആണ് നമ്മുടെ മനസ്സിലാദ്യം കിടക്കുന്നത്. പക്ഷേ കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മനസ്സിലായ ഒരു തല്ലിപ്പൊളിയാണ്. യെസ്. ടെൽ മീ അബൌട്ട് യുവർ ക്യാരക്ടർ. ഹലോ ലുലു, നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു സോ മച്ച്. ഈ ഒരു റിസപ്ഷൻ, ഈ ഒരു വെൽക്കം ഞങ്ങൾക്ക് തന്നതിന്, ഞങ്ങളുടെ ഈ ടീമിന് ഇത്രയും സമയം തന്നതിനും താങ്ക് യു സോ മച്ച്. ഓഫീസർ ഡ്യൂട്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. പുള്ളി കുപ്പീനെ പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല നമ്മൾ കണ്ട പോലെ. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ ഫിലിം. February 20th പടത്തിൻ്റെ റിലീസ്. എന്തായാലും പോയി കാണാം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. പറഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിലാണ് February 20th അല്ലേ ചാക്കോച്ച? യെസ്. പ്രിയാജി, അപ്പോൾ നമ്മൾ ചാക്കോച്ചിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ 28 years കവർ ചെയ്യുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ വിജയം. റൈറ്റ്? സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ച. ആൻഡ് പ്രിയാജി, ഒരുപാട് ബ്രേക്ക് എടുക്കാതെ മലയാളത്തിൽ വീണ്ടും വരണം. ഓക്കെ. വി ഓൾ ലവ് യു. നിങ്ങളുടെ സ്നേഹം കാരണം എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഫ്ലൈറ്റ് പോകണമെങ്കിൽ പോകണ്ടല്ലേ? അതാണ് പോകണ്ട. വെരി ഗുഡ്. ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വേദിയിൽ നിൽക്കുന്നവരെ കൂടാതെ ജഗദീഷ് ചേട്ടനുണ്ട്, മനോജ് ചേട്ടൻ, മുത്തുമണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ പുതിയ ആൾക്കാരും പുതുമുഖങ്ങളുണ്ട്. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് വിഷയങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പറയാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ അത് ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ ആയിരിക്കും ഓഫീസർ ഡ്യൂട്ടിയുടെ ഏറ്റവും വലിയ വിജയം. സോ ഹോപ്പ്ഫുള്ളി തിയേറ്ററിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, എൻ്റർടൈൻഡ് ആവുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്. പിന്നെ ആർക്കൊക്കെ സംസാരിക്കാനുള്ളത്? ഇനി ജിത്തു ജെയ്ക്സിനൊരു പാട്ട് പാടണം വേണ്ട? ഷാഹി, നമുക്കറിയാം ഷാഹി കബീർ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ. ഷാഹിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കാം. പോലീസുകാരനാണ്, അതുകൊണ്ട് തന്നെയാണ് പോലീസ് കഥകൾ ഏറ്റവും ഭംഗിയായിട്ട് എഴുതാനായിട്ട് പുള്ളിക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇനി പോലീസുകാരെന്ന് വിളിക്കരുത്, ഞാൻ റിസൈൻ ചെയ്തായിരുന്നു ജോലി. എക്സ് പോലീസാണ്. ഈ പടം ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചൻ്റെ പെർഫോമൻസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകളാണ്.
നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു ജോസഫ് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നായാട്ടോ ഇലവിടെ കുഞ്ചിറ പോലുള്ളതല്ല, കുറച്ചുകൂടെ കൊമേഴ്സ്യൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള സിനിമയാണ്. ടീമിനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ടർ സംസാരിക്കണ്ടേ? ഇതൊക്കെ കണ്ടുപരിചയമുണ്ടോ ആർക്കെങ്കിലും? ചില സിനിമകളിലൊക്കെ അത്യാവശ്യം പേടിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നായാട്ടിൽ തന്നെ എന്നെ തെറി വിളിക്കുന്ന സീനിയറാണ് അദ്ദേഹം. നായാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലവീഴ, പൂഞ്ചിറ, ഇരട്ട, അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് സിനിമ ഫീൽഡിലുള്ള ആളാണ്. ഓർഡിനറി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആ കാലഘട്ടം മുതൽ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ നല്ല സിനിമകളുടെ കൂടെ സഞ്ചരിക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് 20-ാം തീയതി ഓഫീസർ ഓൺ ഡ്യൂട്ടി വരുമ്പോൾ അത് ജിത്തു അഷ്റഫ് ആ ഡ്യൂട്ടി ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു വിശ്വാസമുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ടും ക്രിയേറ്റിവിറ്റിയും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും അത് സിബി ചാവറ, അതേപോലെ തന്നെ മാർട്ടിൻ ടുക്കാട്ട്, രഞ്ജിത്ത് നായർ, ഇവരൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സിനിമകൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ആ രീതിയിൽ, ആ തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെ മാറുമെന്ന് വിശ്വസിക്കുന്നു. ജിത്തു ഒന്നും പറയണ്ട, സിനിമ സംസാരിച്ചത് ഡയറക്ടർ ഞാൻ സംസാരിക്കാൻ വിളിക്കുന്നു. സംസാരിച്ചത് മുഴുവൻ ചാക്കോച്ചൻ. 20-ാം തീയതി എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. താങ്ക് യു. ഞാനിതിനകത്ത് ടെറർ ലുക്കല്ല, ഓഫീസറിൽ വൺ ഓഫ് ദ ഓഫീസറാണ്. വളരെ എക്സൈറ്റഡ് ആണ് സിനിമ തിയേറ്ററിൽ വരുന്നതിൽ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹായ്, മൈ നെയിം ഇസ് ലയ. എൻ്റെ ആദ്യത്തെ പടമാണിത്. ഹായ് എവരിവൺ, എൻ്റെ പേര് ലയ. ആദ്യത്തെ പടമാണ്. കുറേ ഇടിയൊക്കെ കൊണ്ട് ചാക്കോച്ചൻ്റെ കുറേ അങ്ങോട്ടും കൊടുത്തു. ഒരു വില്ലനായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. ആൻഡ് ഐ വെരി എക്സൈറ്റഡ്. ഹോപ്പ് യു ഓൾ ലവ് ഇറ്റ്. ഗോ വാച്ച് ഓൺ ദി 20th. ഹലോ മാഡം, ഈ പിള്ളേരുടെ തനി ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ചാക്കോച്ചനാണോ പാവം, അതോ ഇന്നലെ വന്ന ഈ കുട്ടിയാണോ പാവം എന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചാക്കോച്ചൻ തന്നെ പാവം. ചാക്കോച്ചനെ കൊണ്ട് ഒരു ഡാൻസ് കൂടി കളിപ്പിക്കാനുണ്ട്. നെക്സ്റ്റ് വൺ. ഹായ്, എൻ്റെ പേര് രമ്യ രാമസി. And I'm actually Canada Linde. So thank you so much, Jake Bijoy sir, for this opportunity. I got to sing the Spanish part of the film. And everyone, Feb 20th it's releasing, so I hope to see you guys all in the theater. Thank you. ഇനി നമ്മുടെ ചക്കീനെ വിളിച്ചാലോ? വാ വാ വാ. ഹായ്, ഹായ്. എൻ്റെ പേര് ഈദൽ ഇവാന ഷെറിൻ. എന്ത്? ഈദൽ ഇവാന ഷെറിൻ. ഓക്കെ. ഫെബ്രുവരി 20th ഞങ്ങളുടെ മൂവി റിലീസ് ആവാണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിങ്ങളെല്ലാവരും കാണണം. കാണില്ലേ? ഇതിൽ എന്താ ക്യാരക്ടർ? എൻ്റെ അടുത്ത് ചോദിക്കരുത്. ചാക്കോച്ചൻ്റെ മോളായിട്ട്. ചാക്കോച്ചൻ അങ്കിളിന്റെ മോളായിട്ടാണോ? ചാക്കോച്ചൻ എന്ന് വിളിച്ചാൽ മതി, അങ്കിൾ എന്ന് വിളിക്കണ പ്രായമൊന്നുമില്ല. Okay, thank you so much, മോളെ. Looking so cute. Yes, പിന്നെ നമ്മുടെ മീനൂട്ടി. വായോ വായോ. മീനൂട്ടിക്ക് ഒരു തനി ഫാൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഹായ് ലുലു. അന്ന് അത്ര വെച്ചോളൂ, ചാക്കോച്ചന് മാത്രം അത്ര വെച്ച് കൊടുക്കുള്ളൂ. അതെ, ഞാൻ ചാക്കോച്ചൻ്റെ മോളാണ്. എനിക്ക് വിഷമമായ എൻ്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ ഹായ് എല്ലാവർക്കും. ഞാൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ ചെയ്യുന്ന മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ കഴിഞ്ഞ് അതിലെ വില്ലന്മാരുമായിട്ട് ഇത്രയും കൂട്ടാവുന്നത്. എനിക്കിപ്പോൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും അത്രയും നല്ലൊരു ക്രൂ നമുക്കുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും 20th റിലീസാണ്, പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബാക്കി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. Definitely. Thank you so much, Meenuti. And come on, beautiful eyes. ഹലോ ലുലു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നല്ല രീതിയിൽ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മൂവി 20th റിലീസാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിലും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ എനിക്ക് വേറെ കിട്ടാനില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ മൂവി എന്ന് വിശ്വസിക്കുന്നു.
എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഉണ്ണിലാണ്. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ പണ്ടിവിടെ ഈ ലുലുമാളി ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്, പണ്ട് തന്നെ ഇപ്പോഴും സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഇവിടെ പല പടങ്ങളുടെ ലോഞ്ച് ഇതേപോലെ വലിയ ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ട് ഒരു വിഷു നമ്മളൊരു പടമൊക്കെ എന്നാ ഇവിടെ ഉണ്ടാവുക എന്ന് ആലോചിച്ചൊരു സമയം ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റാണ് ഈ ഒരു സ്റ്റേജിൽ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഈ ഒരു പിക്ചർ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ്. അതിലെനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഈ ടീം, മാർട്ടിൻ ചേട്ടൻ, ജിത്തു ചേട്ടൻ, ചാക്കോച്ചൻ, അതേപോലെ എല്ലാവരും ഈ സിനിമയിലുള്ള ജിനി ചേട്ടൻ, എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ പറയുകയാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ തന്ന ഈ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ ഒരു നല്ല സിനിമയായിരിക്കും നിങ്ങൾക്ക് ഈ ഫെബ്രുവരി 20 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലീസാണ്, കോപ്പാണ്, അല്ല സോറി കോപ്സാണ്, പോലീസാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസർ ടീമുള്ള ആൾക്കാരാണ്, ഞാൻ വില്ലനല്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ വന്ന് തിയേറ്ററിൽ കാണണം. ലവ് യു ഓൾ. യെസ്, വിഷ്ണു. ഹായ്, എൻ്റെ പേര് വിഷ്ണു. സോ ഫെബ്രുവരി 20 നമ്മുടെ പടം റിലീസാവുകയാണ് ഇവിടെ. ഒന്നാമത് ഇത്രയധികം ആളുകളുടെ വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടു, വീഡിയോ കണ്ടു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതിലുള്ള പോലെ തന്നെ മാക്സിമം പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐ ഗെസ് 20 നിങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഗിവ് യുവർ ജെന്യൂൻ സജഷൻസ്. ആൻഡ് എല്ലാവരോടും പറയൂ. ഐ ഹോപ്പ് യു ഓൾ വിൽ ഗോ ഓൺ 20th Feb. ആൻഡ് താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. വിശാഖ് അല്ല, വൈശാഖ്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും കൺഫ്യൂഷനാണ് പേര്. ഞാനിതിലൊരു പോലീസ് കഥാപാത്രമാണ് ചെയ്യുന്നത്. ചാക്കോച്ചൻ്റെ കൂടെയുള്ളൊരു പോലീസ് ഓഫീസറാണ്. ഈ ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ ചെയ്ത സിനിമകളൊക്കെ ഇവർ ഓൾറെഡി പറഞ്ഞാണ്, അതിൻ്റെയൊക്കെ ഫാനാണ്, ചാക്കോച്ചൻ്റെ ഫാനാണ്. അപ്പോൾ ഈ ക്രൂവിനോട് ഈ സിനിമ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഫെബ്രുവരി 20 ഫിലിം റിലീസ്. അഗെയിൻ ഓർമ്മിപ്പിക്കുന്നു, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് ടീം. നമ്മുടെ ചാക്കോച്ചിന് പോവാൻ ടൈമായി. ബിക്കോസ് നമ്മൾ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റിന് ചെറിയൊരു ഡിലേ പറ്റി. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് വന്നു. വിജയ് ചേട്ടാ, ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഓഡിയോ ലോഞ്ചിൽ മേജർ പാർട്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് നമ്മുടെ വിജയ് യേശുദാസ്, നമ്മുടെ സ്വന്തം വിജയ് ചേട്ടന്റെ പാട്ടാണ്. എന്തെങ്കിലും രണ്ടുപേർക്കും വിജയ് ചേട്ടന് ചാൻസ് കൊടുത്തത് ഞാൻ എന്തിനാ ലേറ്റ് ആയെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയാൻ വേണ്ട. ഓക്കെ, ചേട്ടാ ഡയറക്റ്റ് പാട്ട് കേൾക്കാം. നമുക്ക് പാട്ട് കേൾക്കാം. അതിന് മുമ്പ് നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്കൊക്കെ ഒരു ഹായ്. എല്ലാവർക്കും ഹായ്. ചാക്കോച്ചൻ്റെ ഫ്ലൈറ്റ് സമയമായി. ഞാൻ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ റെഡിയായി വന്നു. പക്ഷേ ഈ ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ കേൾപ്പിക്കണം എന്ന് ജെയ്ക്സിൻ്റെയും ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ മോളിൽ സൗണ്ട് വൈസ് ഒക്കെ ഭയങ്കര എക്കോ ഒക്കെ ഉണ്ടെങ്കിലും ലൈവായിട്ട് എന്തായാലും പാടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് സൗണ്ട് ഗുഡ്. പക്ഷേ തീർച്ചയായിട്ടും ഇറ്റ് മേക്ക് യു ലിസൺ ടു ദ സോങ്. ആൻഡ് ഈ അടുത്ത ആഴ്ച വരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ ഇപ്പോൾ വേറൊരു മറ്റേ പഴയ ചാക്കോച്ചനായിട്ട് പിന്നെയും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പം. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ സിംഗിങ് ഫോർ ഹിം ബിക്കോസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ദാറ്റ് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നമ്മളൊരു ട്രിപ്പ് ഒരു പ്രോഗ്രാം അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനാണ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഇങ്ങനെ ഒരു പാട്ട് ദാറ്റ് ഫോർ അനദർ ഫ്രണ്ട് ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഹൂസ് rocking this industry right now, Jakes Bijoy, who's giving us so many wonderful songs. ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷേ ഇവൻച്വലി വി ഗോട്ട് ഇറ്റ് ആൻഡ്
we are very happy about both of us and even the director Jitin and all of us excited. So നിങ്ങളെ കേൾപ്പിക്കാം. റെഡി അല്ലേ? സോ എല്ലാവരും റെഡി അല്ലേ? ഈ പാട്ടിന് മ്യൂസിക് ഡയറക്ടറിനെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മ്യൂസിക് ഡയറക്ടർ. ആൻഡ് ഈ പാട്ടിലുള്ളത് ഇഫ് ഐ ആം നോട്ട് റോങ് ഒരു ഫാമിലി സോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ 2 പിള്ളേരും കൂടി വന്നോ ചാക്കോച്ചൻ്റെ? ഡാഡിയുടെ അടുത്ത് നിന്നോളൂ. ഡാഡിയുടെ പൊന്നുമക്കൾ 2 പേര് നിന്നോളൂ ഡാഡിയുടെ അടുത്ത്. ഈ ടീം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ടീമാണ്. മാർട്ടിൻ ചേട്ടൻ, ജിത്തുബായി, ഞങ്ങൾ ഇരട്ട ചെയ്തു. അപ്പം എനിക്കൊരു അൺലേണിങ്ങും ലേണിങ്ങും എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് ഇവരുടെ വർക്ക് ചെയ്യുന്നത്. കാരണം നല്ല പാടാണ് ഒരു സാധനം വർക്കൗട്ട് ചെയ്തെടുക്കാൻ. അപ്പം ചില പെട്ടെന്ന് അപ്രൂവ് ആവും, പക്ഷേ ഇവരുടെ ഒരു കഠിനാധ്വാനമാണ്. പക്ഷെ അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ സാറ്റിസ്ഫൈങ് ആയിരിക്കും. അപ്പോൾ ഈ പടം അങ്ങനെ തന്നെയാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോഴത്തെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. Feb 20th ആൻഡ് വിജയുടെ ഈ പാട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു ബോത്ത് ഓഫ് us. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ പ്രോസസ്സ്. കമ്പോസ് ചെയ്ത് ഫസ്റ്റ് എനിക്കൊന്ന് ജിത്തുമായി ഞാൻ സജസ്റ്റ് ചെയ്തു വിജയനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന്. പാട്ട് അയച്ചു കൊടുത്ത് വിജയ് ഇമ്മീഡിയറ്റ് ആണ് സ്റ്റുഡിയോയിൽ വരാൻ സമ്മതിക്കുകയും പാടുകയും ചെയ്തു. ഓവർ ടു വിജയ്. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.